മൈ ഗേസ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ കാണുന്ന ഒരു BMR ബോർഡ് വിത്ത് കൊമ്പൻ അതുപോലൊക്കെ ലിവറി എങ്ങനെ ചെയ്യാം എന്നാണ്. അപ്പോൾ ഈ ഒരു ഡൗട്ട് എന്നോട് കുറേ പേര് കമൻറ്റ് ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ആ വീട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അയാൾ നിങ്ങൾ 2 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതിലൊരു ആപ്ലിക്കേഷൻ BSK എന്നും രണ്ടാമത്തെ ആപ്ലിക്കേഷൻ BSK കമ്പൈനർ എന്നുമാണ്. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മോഡും കിട്ടത്തുള്ളൂ. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ സെറ്റിങ്സിൽ പോയി ആ അടിയിൽ കാണുന്ന ടെക്സ്റ്റർ ക്വാളിറ്റി എന്ന ഓപ്ഷനിൽ നിന്ന് നിങ്ങളുടെ ID നിങ്ങൾ കോപ്പി ചെയ്തെടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ നേരെ BSK കമ്പാനിയൻ എന്ന ഗെയിമിലോട്ടാണ് BSK കമ്പാനിയൻ എന്ന ആപ്ലിക്കേഷനിലോട്ടാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് BSK കമ്പാനിയൻ്റെ ഇൻ്റർഫേസ് കാര്യങ്ങളത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ മോഡ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളിത് ഈ വെഹിക്കിൾ അത് കാണുന്ന ഈ ഓപ്ഷനിൽ പോയിട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വെഹിക്കിൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് 3 മോഡ്സിൽ കിടില മോഡ്സാണ് 3 അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡാണോ വേണ്ടത് അത് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ ഗ്രാൻഡ് BMR എന്ന മോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്തുള്ള മോഡ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ ഗ്രാൻഡ് BMR തന്നെ 2 ഓപ്ഷൻസാണുള്ളത്, ഗ്രാൻഡ് BMR V2 ആൻഡ് V1. അത് V1 ആണ് എൻ്റെ അടുത്ത് ഇപ്പോൾ നിലവിലുള്ള മോഡ്. അപ്പോൾ V1 ഉം V2 കിടില മോഡ്സാണ്. V1 എന്ന് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് കോയിൻസ് വേണ്ടി വരും. 14 കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡ് അങ്ങോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 14 കോയിൻസിന് വേണ്ടി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളൊരു ആഡിലോട്ട് പോവും. ആ ആഡ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 50 കോയിൻസ് വെച്ച് കിട്ടും. അങ്ങനെ കിട്ടി നിങ്ങൾക്കൊരു 14 കോയിൻസ് അത് വേണ്ടി നിങ്ങൾ ആഡ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മോഡ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ നേരെ BSK എന്ന ഗെയിമിലോട്ടേക്ക് തന്നെ നിങ്ങൾ തിരിച്ചെത്തണം. ഓക്കെ, അപ്പോൾ തിരിച്ചെത്തിയതിന് ശേഷം നിങ്ങൾ നേരെ കസ്റ്റമൈസ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഈ സൈഡിൽ കാണുന്നത് കസ്റ്റമൈസ് എന്ന ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതൊക്കെ ശേഷം കാണാൻ പറ്റും സ്കിൻസ്, പ്ലെയർ, ട്രാഫിക്. അതുപോലെ മോഡിലും കാണാൻ നിങ്ങൾക്ക് പ്ലെയർ, ട്രാഫിക്. അതിൽ മോഡ്സിലുള്ള പ്ലെയർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈഡില്ല ക്രോസ് ബട്ടൻ്റെ താഴെയായിട്ട് കാണും ആഡ് ന്യൂ മോഡ്സ്. ആ ന്യൂ മോഡ്സിലേക്ക് പോയതിന് ശേഷം എൻ്റെ മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഇതിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് വേറെ ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. അത് BSK കമ്പനിയോട് തന്നെ ഇരിക്കും. നിങ്ങൾ നേരെ പോവുക, പ്രത്യക്ഷ ചെയ്യേണ്ട ഒരു പണി പോലും നിങ്ങൾക്ക് ഇതിൽ ചെയ്യാമല്ല. ഡയറക്റ്റ് അതിലോട്ട് പോവും. ഇപ്പോൾ കാണിച്ചു തരാം BSK. ഓക്കെ, ഇതുണ്ടാവും പോട്ടാ. ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എവിടെയെന്ന് ഇപ്പം സാധനം അതാ ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കാണുക. അപ്പോൾ അതിൽ നിങ്ങൾ ഫയൽ നെയിം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഓർമ്മ വേണം. ആ ഫയലിൻ്റെ പേര് എന്താ വെച്ചാൽ BSK BMR AKMB എന്തൊരു പേരാണ്. ഇനി V1 എന്ന ഓപ്ഷനിലാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. അപ്പോൾ 2 ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റൊന്നേ കാണത്തുള്ളൂ, കാരണം നിങ്ങൾ ഒരു മോഡെല്ലാം കൂടി ഒന്നേ അപ്പോൾ നിങ്ങൾക്ക് ഒന്നേ കാണത്തുള്ളൂ. അപ്പോൾ ആ മോഡിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതായത് BSK BMR രീതിയിലുള്ള ഡോണ്ട് എക്സ്ട്രാക്ട് എൻ്റെ BSK BMR രീതിയിലുള്ള ഫയലുകൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് എനിക്ക് ഇങ്ങനെയല്ല കാണിക്കുക, അത് ഞാൻ ഓൾറെഡി ചെയ്യുമെന്നാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ പേസ്റ്റ് ആയിട്ടുണ്ടാവും. ഡൗൺലോഡ് ആയാൽ പേസ്റ്റ് ആയി ഈ ഇൻ്റർഫേസിലോട്ടായിരിക്കും നിങ്ങൾ പോവുക. അപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ കൊമ്പൻ അധോലോകത്തിൻ്റെ ലിവർ വേണേൽ അത് BSK കമ്പാനിയിൽ പോയാൽ നിങ്ങൾക്ക് കൊമ്പൻ അധോലോകത്തിന് കിട്ടില്ല. പക്ഷേ വേറെ കുറേ മോഡ്സിൻ്റെ ലിവറീസ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണിച്ചു തരാം. അപ്പോൾ അതിൽ ലിവറി എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ കാണാം BMR. സോ അപ്പോൾ നിങ്ങൾക്ക് ഇത് 4 ലിവറീസാണ് അവിടെ കിട്ടുന്നത്. ഒന്ന് നരസിംഹത്തിൻ്റെതും കൊച്ചുകൊമ്പൻ്റെതും ജയലക്ഷ്മിയുടെയും അതുപോലെ നാസ്കോൻ്റെയും വൈബ്രൻസിൻ്റെയും. അപ്പോൾ ഈ 4 കിഡിലെ ലിവറീസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ കൊമ്പൻ അധോലോകത്തിൻ്റെ ഇതിലില്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ നേരെ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ടാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ എങ്ങനെ കാണിച്ചു തരാം. നേരെ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് പോവാം. ഓക്കെ, എൻ്റെ ചാനലിലോട്ട് പോയതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ കണ്ടുനിൽക്കുന്ന വീഡിയോ അല്ലേ,
ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പോവുക. അപ്പോൾ കമൻറ്റ് ബോക്സിലാണ് ഇപ്പോൾ 100% വർക്കായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സിലിട്ട് പോയിട്ട് ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കണം, ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ടാണ് ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇൻ്റർഫേസിലോട്ടായിരിക്കും പോവുക. അപ്പോൾ അതിൽ സൂം ഈ സൈഡിലോട്ട് പോകാൻ ഡൗൺലോഡിൻ്റെ ഒരു ബട്ടൺ കാണാൻ പറ്റും നിങ്ങൾക്ക്. ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ വേറെ പേജിലോട്ട് പോയിട്ട് ഡൗൺലോഡ് ആവും. വൈസ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയ ശേഷം നിങ്ങൾ ഡണ്ണിൽ ഓപ്ഷനിൽ കിട്ടുക. അപ്പോൾ നിങ്ങൾ ഈ ഇൻ്റർഫേസിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പുവരുത്താം ഇതുതന്നെയാണ് ഡൗൺലോഡ് ആയതെന്ന്. അതിനുശേഷം നിങ്ങൾ നേരെ ഇതൊക്കെ ക്ലിയർ അടിച്ചിട്ട് നേരെ നിങ്ങൾ നിങ്ങളുടെ ഗെയിമിലോട്ട് തന്നെ പോകണം. ഗെയിമിലോട്ട് പോയതിന് ശേഷം സൈഡിൽ കാണുന്ന സ്കിൻസിൽ പ്ലെയർ ക്ലിക്ക് ചെയ്യുക. പ്ലെയർ ക്ലിക്ക് ചെയ്തതിൽ BSK BMR AK BDA V1 എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്രോസ് ബട്ടൻ്റെ അടിയിലായിട്ട് ആഡ് സ്കിൻ എന്ന് കാണും. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ ആ സ്കിൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ്സിനെല്ലാം പുറത്ത് പോകണം. ഡൗൺലോഡ്സിൻ്റെ പകരം ആ ഡൗൺലോഡ്സിൻ്റെ മുകളിൽ ആ ഡൗൺലോഡ്സിൻ്റെ സൈഡിലുള്ള ആ 3 ലൈൻസിൽ വേണം നിങ്ങൾ ആരെയും ക്ലിക്ക് ചെയ്യാൻ. സോ ബാക്ക് അടിച്ച് പോകണം. എന്താ വെച്ചാൽ റെക്കോർഡാകുന്നുണ്ടോ നോക്കാൻ വേണ്ടി പോയതാണ്. ക്ഷമിക്കണം. ഇപ്പോൾ ആ ഡൗൺലോഡിൻ്റെ സൈഡിലുള്ള ആ 3 ലൈൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇമേജസിൻ്റെ ഓപ്ഷൻ കാണും. അതിൽ കുറച്ച് അടിയിലോട്ട് പോയ ഡൗൺലോഡ്, ചിലപ്പോൾ ഫസ്റ്റിലേക്ക് ചിലപ്പോൾ ലാസ്റ്റിലേക്ക് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ഫസ്റ്റിൻ്റെ പിക്ചർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പേസ്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ പേസ്റ്റ് ആയതിനു ശേഷം നിങ്ങൾ നേരെ ക്രോസ് ബട്ടൺ നിൽക്കിയിട്ട് നേരെ ഗ്യാരേജിലോട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം സ്കിൻസിൻ്റെ അവിടെ ആയിട്ട് കാണാം കൊമ്പനാഥോലകം എന്നൊരു മോഡ് ഫയൽ കാണാം. അപ്പോൾ അതിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൊമ്പനാഥോലകത്തിൻ്റെ ലിവർ കിട്ടും. അപ്പോൾ ബൈ എന്ന ഓപ്ഷനിൽ പോയി ബൈ ചെയ്യുക. 500 റുപ്പീസ് ആകത്തുള്ളൂ. അത് ഗെയിമിലാണ്. ഓക്കെ, ആ ബൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഇത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടം ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ നൈറ്റ് വിഷ്വൽസൊക്കെ. ഫുൾ നൈറ്റ് ചെയ്യാനൊക്കെയാണ്. നേരെ വീഡിയോൻ്റെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡ്രൈവ് എടുത്താം. അപ്പോൾ ആദ്യമായിട്ട് കളിക്കുന്നവരാണെങ്കിൽ ഇതെങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത്, അതായത് എങ്ങനെ മാപ്പ് സെലക്ട് ചെയ്യണം എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ആദ്യം നിങ്ങൾ മുകളിൽ കാണുന്ന ഡിസ്കോഡിൻ്റെയും സൈഡിലുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എല്ലാ ഫയലും ഡൗൺലോഡ് ചെയ്യണം. ന്യൂ മാപ്പിൻ്റെ ഫയലാണത്. ഫസ്റ്റ് മാപ്പ് ഓൾഡ് മാപ്പാണ്. മാപ്പ് 2 ആണ്. ഇപ്പോൾ ന്യൂ അപ്ഡേഷനിൽ വന്ന മാപ്പ്. ആ മാപ്പിൽ ഞാൻ കണ്ടിന്യൂ നിൽക്കുന്നത്. നിങ്ങൾ ന്യൂ ഗെയിം നെറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മാപ്പിൽ ഓടാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഇൻറ്റീരിയർ ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ. ഈ ലൈറ്റുകൾക്കൊന്നും ഞാൻ ഇൻറ്റീരിയർ ലൈറ്റുകൾക്കൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം നമ്മൾ മോർണിംഗിനായതുകൊണ്ട് പറ്റത്തില്ല. വലിയൊരു ഇൻറ്റീരിയർ ലൈറ്റ് വലിയ കാണത്തില്ല. ബട്ട് നൈറ്റിൽ ഫുൾ സീനാണ്. നമുക്കിനി ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഒരു ഇപ്പം തന്നെ സൈഡിലിപ്പോൾ ഒരു നമ്മുടെ ഖലീഫയുടെ സെയ്ദ് മസൂദ് വരും. അതിലുള്ളതല്ല, നമ്മൾ ആഡ് ചെയ്തതാണ്. അതെങ്ങനെ ആഡ് ചെയ്യേണ്ടത് നമുക്ക് വേറെ വീഡിയോയിൽ പരിചയപ്പെടുത്താം. ഇപ്പോൾ കുറച്ച് ലോങ് ആയി പോയി. ഓക്കെ, അപ്പോൾ ഈ ഗെയിമിൽ 2 മോഡാണ്. ഈ ഒരു മോഡിൽ 2 ഹോണിൻ്റെ മോഡ് കണ്ടോ. ഇത് ഖലീഫ പോകുന്നു. 2 ഹോണാണ് ഈ 8 മോഡിൽ നമുക്ക് കിട്ടുന്നത്. ഒന്ന് ബ്രേക്കിന് മുകളിലുള്ളതും രണ്ടാമത് സ്റ്റിയറിങ്ങിലുള്ളതും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇന്ന് നോക്കി വെക്കുക. കിടിലം ഫോണും കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് ആഡ് ചെയ്തിട്ടുണ്ട് ഇവർ. ഓക്കെ, അപ്പോൾ ക്യാമറയുടെ സൈഡിലുള്ള 3 ഡോട്ടിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 ഓപ്ഷൻസ് അതിൽ കാണാം. 1 2 3. പിന്നെ അടിയിൽ 1 2 3. അതിൽ 1 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ആനിമേഷൻ കൊണ്ട് ബോണറ്റ് ഓപ്പൺ ആവുന്നതാണ്. സെക്കൻഡ് ആനിമേഷൻ കൊണ്ട് ഗ്ലാസ് മൂവ് ആവുന്നതാണ്. തേർഡ് ആനിമേഷനാണ് കുറച്ച് സ്പെഷ്യൽ. അതായത് നമ്മുടെ നെയിം ബോർഡ് ഫ്ലിക്കറായി മാറുന്നതാണ്. നോർമൽ നെയിം ബോർഡിന് ഫ്ലിക്കർ നെയിം ബോർഡ് ആക്കുന്നതാണ്. ഓക്കെ, ഇതിനൊക്കെ ലേറ്റർ കിട്ടാതെ ഇതൊക്കെ ആണോ ഫ്ലിക്കർ ആവുന്നുണ്ടോ? ഇതൊക്കെ നൈറ്റിൽ നിങ്ങൾ കാണുന്നു.
കിഡുമാണ്. ഓക്കെ, അപ്പം നൈറ്റ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഷോർട്സിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബൾബിൻ്റെ ചിഹ്നത്തിൽ നിൽക്കുവാണെങ്കിൽ ഇതുപോലത്തെ കുറേ ലൈറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സെക്കൻഡ് ക്യാബിലാണ്, തേർഡിന് ഫ്ലിക്കറാണ്. ഫ്ലിക്കർ വർക്ക് ആവണേ നിങ്ങൾ ആ തേർഡ് ആനിമേഷൻ ബട്ടൺ ഓൺ ആക്കിയാൽ നിങ്ങൾക്ക് വർക്ക് ആകത്തുള്ളൂ. അപ്പോൾ കഴിച്ച് ഇത്രയ്ക്കുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അഭിപ്രായങ്ങളല്ല കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ നിങ്ങൾ BSK ഗെയിമിംഗ് കളിക്കുന്ന വേറെ ചാനലും കൂടെ നിങ്ങൾ വീഡിയോ അയച്ചെടുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.